കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന മലയാളി താരം സഞ്ജു സാംസണും ഇടം നേടിയിട്ടുണ്ട്. അതേസമയം ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിലൊന്ന് ഹാർദിക് പാണ്ഡ്യയുടേതാണ്. ലോകകപ്പിനുള്ള ടീമിൽ പാണ്ഡ്യ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കുറേ നാളുകളായി സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷേ സർപ്രൈസുകൾക്കൊന്നും ഇടം നൽകാതെ ഹാർദിക് പാണ്ഡ്യ സ്ക്വാഡിൽ ഇടം പിടിച്ചു. വെസ്റ്റ് ഇൻഡീസിലും US-ലുമായി നടക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഉപനായകനാണ് ഹാർദിക് പാണ്ഡ്യ. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഋഷഭിന്റെ പേരായിരുന്നു വൈസ് ക്യാപ്റ്റനായി പലരും നിർദ്ദേശിച്ചത്. എന്നാൽ ഹാർദിക് പാണ്ഡ്യ തന്നെ വൈസ് ക്യാപ്റ്റനായി തുടരുകയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന IPL ഫോം കണ്ടെത്താൻ സാധിക്കാതെ വലയുകയാണ് പാണ്ഡ്യ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഹാർദിക് പാണ്ഡ്യക്ക് ഇതുവരെയും തിളങ്ങാനായിട്ടില്ല. നായകനായി മുംബൈയിലേക്ക് വന്ന ഹാർദിക് പാണ്ഡ്യ ഇതുവരെയും ടീമിനെ പ്രചോദിപ്പിക്കാനോ വിജയത്തിലേക്ക് നയിക്കാനോ സാധിച്ചിട്ടില്ല. ഇതുവരെയുള്ള കളിച്ച 9 മത്സരങ്ങളിൽ 6ലും പരാജയപ്പെട്ടിരിക്കുകയാണ് മുംബൈ. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് അത്ര സന്തോഷത്തോടുകൂടിയല്ല ആരാധകർ കണക്കാക്കുന്നത്. നിരവധി പേരാണ് സ്ക്വാഡ് പുറത്തു വന്നത് മുതൽ പ്രതിഷേധമായി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ബുംറയെ ഉപനായകനാക്കി പകരം റിങ്കുവിനെ ആദ്യ ടീമിലേക്ക് ഇടാൻ ലഭിച്ചില്ല എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം. കഴിഞ്ഞ വർഷം നടക്കുന്ന ലോകകപ്പിന് ശേഷം ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്കായി കളിച്ചിട്ടില്ല. IPLിലാണ് പിന്നീട് താരം അരങ്ങേറുന്നത്. മാത്രമല്ല, മത്സരത്തിന്റെ ഏതൊരു ഗതിയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് ഹാർദിക് ടീമിലുണ്ടാകുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കും. ഗുജറാത്ത് ടൈറ്റൻസിലായിരുന്നപ്പോഴുള്ള ഫോമാണ് ഹാർദിക്കിനെ ഇന്ത്യൻ ടീമിലേക്ക് മടക്കി കൊണ്ടുവന്നത്. രോഹിതിനെ മാറ്റി ഹാർദിക്കിനെ മുംബൈ ക്യാപ്റ്റനാക്കിയത് ആരാധകർക്ക് തീരെ പിടിച്ചിട്ടില്ല. മാത്രമല്ല, തുടർ പരാജയങ്ങളുടെ കാരണം ഹാർദിക് തന്നെയാണെന്ന് ആരാധകർ അലമുറയിട്ട് പറയുകയാണ്. അതേസമയം മലയാളികൾക്ക് ആവേശം പകർന്നുകൊണ്ട് സഞ്ജു സാംസൺ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സഞ്ജുവിന്റെ ആദ്യ T20 ലോകകപ്പും ആദ്യ ICC ടൂർണമെന്റുമാണിത്. രോഹിത് ശർമ്മ നയിക്കുന്ന സ്ക്വാഡിൽ രോഹിത് ശർമ്മയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് സഞ്ജുവിനെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ കാരണം എന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും ഒരുമിച്ച് കളിക്കുമോ എന്ന് സംശയമാണ്. ഋഷഭ് പന്ത് ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായ രീതിയിൽ ബാറ്റിംഗ് ഡെത്തുമുണ്ട്. എന്നാൽ ഹാർദിക് പാണ്ഡ്യ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും തള്ളിക്കളയാൻ സാധിക്കാത്ത ഓൾറൗണ്ടറാണ്. അതുകൊണ്ട് ഹാർദിക്കിന്റെ ടീമിലേക്കുള്ള സ്ഥാനം ആർക്കും ചോദ്യം ചെയ്യാനാവില്ല എന്നാണ് പുറത്തു വരുന്നത്.